കേരള ട്രഡീഷനെ നോർത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ ഫോറിൻ ട്രഡീഷൻസുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് പലപ്പോഴും വെഡിങ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സാധനം ഇതിന്റെ സെറമണീസ് മിക്സ് ചെയ്യുന്നതാണ്. അത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഡ്യൂറിംഗ് ദ സെറമണി ടൈം അല്ലെങ്കിൽ ഈ വെഡിങ്ങിന്റെ ടൈമിൽ ഇറ്റ് വിൽ ബി ടോട്ടൽ കെയോസ്. മൊത്തത്തിൽ കൺഫ്യൂഷൻസ് ആയിരിക്കും, മൊത്തത്തിൽ ആർഗ്യുമെന്റ്സ്, അങ്ങോട്ടും ഇങ്ങോട്ടും ടൈം പ്രോപ്പറായിട്ട് നിർത്താൻ പറ്റില്ല, സമയത്ത് ചടങ്ങുകൾ തീരില്ല, ഒന്നും ഷെഡ്യൂൾ പ്രകാരം നടക്കില്ല, അങ്ങനെ ഇറ്റ് വിൽ ബി ടോട്ടൽ കെയോസ്. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ രണ്ട് ട്രഡീഷൻസിനെയും ഡിസ്റ്റർബ് ചെയ്യാതെ, അല്ലെങ്കിൽ രണ്ട് ട്രഡീഷണൽ ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ സെറമണി കൃത്യമായിട്ട് എങ്ങനെ ക്യൂറേറ്റ് ചെയ്ത് കൃത്യമായിട്ട് എങ്ങനെ പ്ലാൻ ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇഫ് യു ആർ ചൂസിംഗ് ദ റൈറ്റ് വെഡിങ് പ്ലാനർ, ദേ ക്യാൻ ഹെൽപ്പ് യു വിത്ത് ട്രിമ്മിംഗ് ദ സെറമണീസ് ടു ദ റൈറ്റ് പ്രൊപ്പോർഷൻ. അതായത് കേരള ട്രഡീഷൻസിലുള്ള സാധനങ്ങളിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഉറപ്പായിട്ടും ചെയ്യേണ്ടതുണ്ടായിരിക്കും. അതർ സൈഡ് ട്രഡീഷൻസിനകത്ത് നമ്മൾ കൃത്യമായിട്ട് കുറച്ച് സാധനങ്ങൾ ചെയ്യേണ്ടത്. രണ്ട് കൂട്ടർക്കും ബുദ്ധിമുട്ടില്ല, രണ്ട് കൂട്ടർക്കും ഡിസ്കസ് ചെയ്ത്, രണ്ട് സൈഡിലെ പ്രീസ്റ്റുമാർത്തും ഒക്കെ ഡിസ്കസ് ചെയ്ത് കൃത്യമായിട്ട് ഒരു സെറമണി ഡിസൈൻ ചെയ്തെടുക്കുന്നതിനാണ് ഒരു റൈറ്റ് വെഡിങ് പ്ലാനർക്ക് നിങ്ങളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. എല്ലാ ഗസ്റ്റിനും എല്ലാ ട്രഡീഷൻസും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം. ഒരിക്കലും നമ്മുടെ രണ്ട് മിക്സഡ് ട്രഡീഷൻസ് വരുമ്പോഴത്തേക്കും നമ്മുടെ അതിന് പ്രയോറിറ്റി കൊടുക്കണം, അങ്ങനെ സൈഡിൽ നിൽക്കുന്നവർക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ട എന്നുള്ളതല്ല. രണ്ട് ട്രഡീഷൻസിനും അവരുടേതായ റെസ്പെക്റ്റും പ്രയോറിറ്റിയും കാര്യങ്ങളും നമ്മൾ കൊടുത്തിട്ട് തന്നെയായിരിക്കും നമ്മൾ എപ്പോഴും സെറമണീസ് ഡിസൈൻ ചെയ്തതും ഫൈനലൈസ് ചെയ്യുന്നത്.